രോഹിതേട്ടാ, ഇന്നലെ വോട്ടെണ്ണുന്ന ദിവസം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ചു നേരം ഉറങ്ങി. ഒരു 10 മണിയായപ്പോൾ അടുത്തിരുന്ന ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അറിഞ്ഞോ പിണറായി വിജയൻ പിന്നിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉറക്കം എണീക്കുന്നത്. അപ്പോൾ കേരളം മുഴുവൻ ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള UDF തരംഗമുണ്ടായി. UDF 102 സീറ്റിൽ അധികാരത്തിൽ വരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ ഞെട്ടലായിരുന്നു പിണറായി വിജയൻ ആദ്യ 6 റൗണ്ടുകളിൽ പിന്നിൽ പോവുക എന്ന് പറയുന്നത്. അദ്ദേഹം അതിനുശേഷം 19,247 വോട്ടുകൾക്ക് വിജയിച്ചുവെങ്കിൽ പോലും അതൊരു വിജയമായി പാർട്ടി പോലും കാണുന്നില്ല. അത് ഇതിലും ഭേദം തോക്കുന്നതായിരുന്നു എന്നാണ് അതിന് ശരിക്കും പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ച് ഇനി മുഖ്യമന്ത്രിയാവാൻ പറ്റൂല, 36 സീറ്റുമായിട്ട് മുഖ്യമന്ത്രിയാവാൻ എന്തായാലും പറ്റില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരുമായിരിക്കുമോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുമോ എന്നുള്ളത് അവരുടെ പാർട്ടി തീരുമാനമാണ്. അദ്ദേഹം പാർട്ടിയുടെ തീരുമാനമല്ല, പിണറായി വിജയന്റെ തീരുമാനമാണ്. വേണമോ വേണ്ടത് അത് ഇന്ന് തന്നെ ഏകദേശമൊക്കെ ധാരണയായി വരും എന്ന് നമുക്ക് വിചാരിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്ക് പിണറായി വിജയൻ പരാജയപ്പെടുന്നതാണ് നല്ലത് എന്ന് മേഘ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ 6 റൗണ്ട് വരെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ 10 വർഷം നയിച്ച കേരളത്തിന്റെ ക്യാപ്റ്റൻ, കാരണഭൂതൻ പിന്നിൽ പോയെങ്കിൽ അതിൽ ഞെട്ടാത്ത ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു ഞെട്ടലും കാണിക്കാത്ത ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിൽ നിൽക്കുന്ന അബ്ദുൾ റഷീദ് VP എന്ന് പറയുന്ന കണ്ണൂരുകാരനായ പോരാളിയാണ്. അദ്ദേഹം പലപ്പോഴും ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ കർശനം. ഞാൻ എൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു, നമ്മൾ ജയിക്കും, ഇവിടെ നിങ്ങളിവിടെ പ്രചരണത്തിന് വരണം. ആരും വന്നില്ല, പൊതുപരിപാടികൾ ഉണ്ടായില്ല, റോഡ് ഷോകൾ ഉണ്ടായില്ല. ഷാഫി പറമ്പിൽ പോലും, എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ഷാഫി പറമ്പിൽ പോലും അവിടെ ഒരു പ്രചരണത്തിനെത്തിയിരുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇത് ആവേശത്തോടു കൂടി പറയുമ്പോൾ പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ കിട്ടിയ ഒരു സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉപയോഗിച്ചില്ല എന്ന് ഞാൻ പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനി അബ്ദുൾ റഷീദ് അല്ലാതെ, അബ്ദുൾ റഷീദ് ഒരു വലിയ പോരാളിയാണെന്ന് കഴിഞ്ഞ ദിവസം തെളിയിച്ചെങ്കിൽ പോലും, അല്ലെങ്കിൽ ജനം ഈ പിണറായി വിജയനെ വലിയ രീതിയിൽ മടുത്തിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് മുന്നിലേക്ക് ആവരണം ചെയ്യപ്പെടുമ്പോൾ ഞാൻ പറയുന്നു, നമ്മളൊക്കെ പണ്ട് മുതൽ പറഞ്ഞിരുന്നത് പോലെ കേരളത്തിന്റെ വടകരയുടെ MP ഷാഫി പറമ്പിലോ കണ്ണൂരിന്റെ MP K സുധാകരനോ ആയിരുന്നു ഈ പറയപ്പെടുന്ന ധർമ്മടത്ത സ്ഥാനാർത്ഥി ആയെങ്കിൽ, നമ്മൾ തമിഴ്നാട്ടിൽ കേട്ടതുപോലെ സ്റ്റാലിൻ പരാജയപ്പെട്ടു എന്ന് കേട്ടതുപോലെ ധർമ്മടത്ത് പിണറായി വിജയനും പരാജയപ്പെട്ടു എന്നൊരു വാർത്ത ഇന്നലെ ഉച്ചയോടുകൂടി കേൾക്കാമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഒരു ഇന്റർവ്യൂവിൽ, അതായത് ഈ ചാനൽക്കാരെയൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്ത് നടത്തിയ ഒരു PR വർക്കിൽ അധികാരത്തിലേക്ക് എത്തുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ, പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ കളിയാക്കിക്കൊണ്ട് പിണറായി വിജയൻ ആ ചാനൽ ക്യാമറകളെ നോക്കി ചോദിച്ചത്, പ്രതിപക്ഷ നേതാവിന്റെ കാര്യം സേഫ് ആണോ എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന്റെ പറവൂർ സേഫ് ആണോ എന്നുള്ളതാണ്. ആ ചോദ്യമൊന്നും തിരിച്ചു ചോദിക്കാൻ VD സതീശൻ പോയില്ല. അയാളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. നോക്കൂ, കേരളത്തിൽ കന്യാകുമാരി കഴിഞ്ഞ് ഇങ്ങ് കളിയിക്കാവിള ബോർഡറിൽ തുടങ്ങുന്ന കേരളം ഇങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും 14 ജില്ലകളിലായി എത്രയോ കോടാനുകോടി രൂപ മുടക്കി പിണറായി വിജയന്റെ ചിരിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ നിരത്തി വെച്ചപ്പോൾ തുടങ്ങി ആ മനുഷ്യന്റെ പരാജയം. നികേഷ് കുമാറിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി മാനേജർമാർ, PR വർക്ക് ചെയ്തവർ, അവരുടെയൊക്കെ അമിത ആവേശം പ്രതിപക്ഷത്തെ അങ്ങ് ഇകഴ്ത്തിക്കൊണ്ട് ഇവരെന്തോ വലിയ സംഭവമാണെന്ന് ബ്രാൻഡ് ചെയ്തപ്പോൾ കറതീർന്ന കമ്മ്യൂണിസ്റ്റുകൾ, കറതീർന്ന സഖാക്കന്മാർ മനസ്സിൽ കുറിച്ചു വെച്ചു, ഇനി ഇയാൾ അധികാരത്തിലേക്ക് എത്തണ്ട എന്ന്. കേരളത്തിന്റെ വിധി നിർണയ ദിവസം കഴിഞ്ഞ് 24 മണിക്കൂറുകൾക്കിപ്പുറത്ത് ഉമ്മൻചാണ്ടി കല്ലിട്ട് പടുത്തുയർത്തിയ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊരു വിമാനം പറന്നിരുന്നു. ആ വിമാനം തിരുവനന്തപുരം എയർപോർട്ടിൽ പറന്നിറങ്ങിയപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഗ്ലാസ് ഡോറുകൾ, ചില്ല് ഡോറുകൾ തുറന്നിറങ്ങി വന്ന പിണറായി വിജയനെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നത് 1 കോടി രൂപ വിലമതിപ്പുള്ള കറുത്ത കിയ കാർ ആയിരുന്നില്ല. AKG സെന്ററിൽ MV ഗോവിന്ദൻ മാഷ് ഉപയോഗിക്കുന്ന, പാർട്ടി സെക്രട്ടറി ഉപയോഗിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ കാറിൽ AKG സെന്ററിലെ ഡ്രൈവർ വന്നിട്ടാണ് ഈ പറയപ്പെടുന്ന പിണറായി വിജയനെ ആനയിച്ചു കൊണ്ടുപോയത്. അകമ്പടി സേവകരായി 35 പോലീസ് വാഹനങ്ങളും ഈ പറയപ്പെടുന്ന കേരള ഫയർഫോഴ്സിന്റെ വാഹനവും ആംബുലൻസുകളും ഉണ്ടായിരുന്നില്ല, വഴിതടയലുകൾ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കേവലം ഒരു ഇന്നോവ ക്രിസ്റ്റയിൽ കയറി ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെ പോലെ പിണറായി വിജയൻ പോയി. പിണറായി വിജയൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാകില്ല. അദ്ദേഹം മനസ്സിലിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടുത്തെ കേരളത്തിലെ സകല ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, കറുത്ത ഷർട്ടിട്ടവനെ, കറുത്ത മാസ്ക് ഇട്ടവനെ, ആശുപത്രിയിൽ പോകാൻ ട്രാഫിക്കിൽ കിടന്നവനെ ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് 35-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചൊരു മനുഷ്യന് എന്തേ ഇന്നലെ ഇരുട്ടി വെളുത്തപ്പോൾ ബോധ്യമുണ്ടായോ തന്നെ ആരും ആക്രമിക്കാൻ വരില്ല, ഇത്രയും സുരക്ഷയുടെ ആവശ്യമില്ല എന്ന്?
പിണറായി വിജയനായിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. EMS നമ്പൂതിരിപ്പാട് തൊട്ടിങ്ങോട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന കസേരയിലേക്കല്ലേ പിണറായി വിജയൻ കടന്നിരുന്നത്? എന്തിനായിരുന്നു ഞാൻ ഈ കാർ വാങ്ങുന്നതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. 1 കോടി രൂപ 1.5 കോടി രൂപ എന്നൊക്കെ പറയുന്നത് ഇന്ന് കേരളത്തിലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിൽക്കുന്ന ആളുകൾ സ്വപ്നം കാണുന്ന കാറുകളൊക്കെ തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് തന്നെയായാലും, പിണറായി വിജയനോ അല്ല മറ്റാര് തന്നെയായാലും കൂടിയ കാറിൽ യാത്ര ചെയ്യണം. കാരണം ഇത്രയും നേരം കാർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അദ്ദേഹം ടൊയോട്ട വെൽഫെയർ വാങ്ങാൻ പോയപ്പോഴൊക്കെ പലരും അദ്ദേഹത്തെ കളിയാക്കുന്നത് കണ്ടു. ഞാൻ അതിനോടൊക്കെ യോജിക്കുന്ന ഒരാളാണ്. കാലത്തിനനുസരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നല്ല ഗമിയിൽ നടക്കണം, പറ്റുമെങ്കിൽ റേഞ്ച് റോവർ വാങ്ങി സ്റ്റാലിനെ പോലെ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന് നമ്മുടെ മുഖ്യമന്ത്രി മാസമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല. പക്ഷേ അതിന് അകമ്പടി സേവിക്കാൻ പോകുന്ന വാഹനങ്ങളുടെ ഡീസൽ അടിക്കാൻ എത്ര രൂപ വേണമെന്നേ? ഈ കേരളത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് പറന്നുകൊണ്ടിരുന്നത്. ഇന്ന് നേരം വെളുത്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വേണ്ട, ഈ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനപ്രതിനിധിയായിരിക്കുന്ന സ്വന്തം ജന്മനാടായ കണ്ണൂരിൽ പാർട്ടി സംവിധാനങ്ങൾ തകർത്തെറിയപ്പെട്ടു. നോക്കൂ, അവിടെ പാർട്ടി വിമതരായി മത്സരിക്കുന്നവർക്ക് UDF വിസ്മയം തീർത്തുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവിടെ കൃത്യമായ പാറ്റേണിലൂടെ പാർട്ടി സഖാക്കന്മാർ പുറമേ നോക്കുമ്പോൾ ഞങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയിട്ട് കറതീർന്ന സഖാവിന് വേണ്ടി അവിടെ വോട്ടഭ്യർത്ഥിച്ചു. കൃത്യമായ പാറ്റേണിലൂടെ ആ സഖാക്കന്മാർ വിജയിച്ചു കയറി. സഖാക്കന്മാർ UDF ക്യാമ്പിൽ നിന്ന് വിജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അബ്ദുൾ റഷീദിനോട് തോറ്റിരുന്നെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയന് നിയമസഭ കാണാൻ കഴിയില്ല. അങ്ങനെ നിയമസഭ കാണാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? ഒരു പാവപ്പെട്ട യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ 51 വെട്ടുകൾ വെട്ടി കൊന്ന ദിവസമായിരുന്നു ഇന്നലെ. അദ്ദേഹത്തിന്റെ ഭാര്യ TP ചന്ദ്രശേഖരന്റെ ഭാര്യ വടകര MLA ആയി KM രമ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ സഹകരണ വകുപ്പ് മന്ത്രിയായി KK രമ വന്നേക്കാം, ഞാൻ പറയാണ്. അങ്ങനെ സഹകരണ വകുപ്പ് മന്ത്രിയായി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി മാഡം KK രമ ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് പ്രതിപക്ഷ നിരയിൽ നിന്നിരുന്നു കൊണ്ട് അദ്ദേഹം ആലോചിക്കണം, എന്തിനായിരുന്നു ആ പാവത്തെ കൊല്ലാൻ ഞാൻ മൗനാനുവാദം നൽകിയത് എന്ന്. KK രമ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിന്തിക്കണം. ഇപ്പുറത്ത് ഭരണപക്ഷത്ത് G സുധാകരനും ഈ പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണനും ഈ പറയപ്പെടുന്ന ഗോവിന്ദൻ മാഷും ഇരിക്കുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കണം, പാർട്ടിയിൽ ഒരു അടിത്തറയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല എന്ന്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സഖാവിനെ, പാർട്ടി സെക്രട്ടറിയെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ മിസ് ചെയ്യുന്നവിടെയാണ്. ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ MV ഗോവിന്ദൻ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഒരു പുച്ഛച്ചിരിയുണ്ട്, അവനൊക്കെ ആരടാ എന്ന മട്ടിൽ. പക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ 2 സൈഡും കേട്ടേനെ, ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തേനെ, ആ സഖാക്കന്മാരെ പാർട്ടിക്കൊപ്പം നിർത്തി കൊണ്ടുപോയേനെയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നന്നായി അറിഞ്ഞു. ശക്തനായ യുക്തിയോടെ ചിന്തിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഇല്ലാത്ത പ്രശ്നങ്ങൾ അവരടുത്തറിഞ്ഞു. കണ്ണൂരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്, M സ്വരാജിനെയും P ജയരാജനെയും പുകഴ്ത്തിക്കൊണ്ട്, ഇവരെ ഇകഴ്ത്തിക്കൊണ്ട്. കൊല്ലുന്ന മന്ത്രിക്ക് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി, അതാണ് ഈ പറയപ്പെടുന്ന പിണറായി വിജയനും ഗോവിന്ദൻ മാഷും. കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയത് ഇവരറിഞ്ഞില്ല. അധികാരമുണ്ട്, അധികാരം കൈയാളുന്ന പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ചില്ലറക്കാരനാണോ? അധികാരത്തിലിരിക്കുന്ന 10 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന പിണറായി തമ്പുരാൻ ചെറിയ ആളാണ്. ഇന്നലെ തമ്പുരാൻ താഴേക്ക് ഇറങ്ങി വന്നു, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന് ജനങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരണം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് വിളിച്ചവരെ ചോദ്യം ചെയ്തില്ലേ ഈ പാർട്ടി? ഇല്ലേ? ബഹുമാനപ്പെട്ട ചേർത്ത് വിളിക്കണമെന്ന് ഇണ്ടാസ് ഇറക്കിയില്ലേ? എന്തൊക്കെയായിരുന്നു? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുത്ത ഷർട്ടിട്ട് വരാൻ പാടില്ല, വസ്ത്ര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം, 35 അംഗങ്ങളുമായി പ്രതിപക്ഷ നിരയിൽ ചെന്നിരിക്കണം. കേരള സംസ്ഥാനം രൂപീകൃതമായി EMSന്റെ നേതൃത്വത്തിൽ ആദ്യമായി ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇത്രയും 50-ൽ താഴെ സീറ്റുമായി പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന ഗതി ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയനാണ്. പലരും തമാശ രൂപേണ പറയും ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അത് അനർത്ഥമാകുന്ന ഫലമാണ് ഇന്നലെ വന്നിരിക്കുന്നത്. തിരിച്ചു പാർട്ടിയെ കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന, ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഏത് നേതാവാണ് ഇന്ന് പാർട്ടിയിലുള്ളത്? M സ്വരാജോ? ജനങ്ങളെ മുഖത്ത് നോക്കാത്ത, ആരെയും ചിരിച്ചു കാണിക്കാത്ത, ആർക്കും മനസ്സിലാകാത്ത ചില ഭാഷയുണ്ട്. അത് M സ്വരാജിനും P രാജീവിനും മാത്രം മനസ്സിലാകുന്ന ചില ഭാഷയിൽ സംസാരിക്കുന്ന ഇവരാണോ? അതോ താത്വിക അവലോകനം നടത്തുന്ന ഗോവിന്ദൻ മാഷാണോ? ആരാണെന്നേ നിങ്ങൾ ഈ പാർട്ടിയെ കൈപിടിച്ചുയർത്താൻ വരുന്ന ആ രക്ഷകൻ? ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വേണം, ഇന്ത്യയിലല്ല, കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ്. ഒരിക്കലും ഒരു പിണറായി വിജയന്റെ ചെയ്തികളിൽ അവസാനിച്ചു പോകേണ്ട ഒരു പ്രസ്ഥാനമല്ല
ഒരുപാട് രക്തസാക്ഷികൾ ചോരയും നീരും എടുത്ത് ഒരുപാട് കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ കെട്ടിപ്പടുത്ത ഈ വിപ്ലവ പ്രസ്ഥാനം ഈ നാട്ടിൽ വേണം. അതില്ലായ്മ ചെയ്യുന്നത് അത് വി.ഡി. സതീശൻ പറയുന്നു, ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്തു, വോട്ട് ചെയ്തു, UDF വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. മാടമ്പിത്തരങ്ങൾക്ക് മുഴുവൻ അവര് അറുതി വരുത്തി കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് വീണ്ടും തെളിയിച്ചു. ഒരു സിനിമാ താരത്തിൻ്റെയും പവറിൽ പോയി ആ തേജസ്സിലൊന്നും വീണു പോകുന്നവരല്ല കേരളത്തിലെ വോട്ടർമാർ എന്ന് തെളിയിച്ചു. ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ സംഭവിച്ചതുപോലെ ഒന്നും ഇവിടെയും സംഭവിക്കുന്നില്ല. നോക്കൂ, എത്രയോ സിനിമാ താരങ്ങളെ നിങ്ങൾ അണിനിരത്തി. BJPയുടെ ഭാഗത്ത് നിന്ന് BJP, CPMന്റെ ഭാഗത്ത് നിന്ന് CPM. ഈ പറയപ്പെടുന്ന തിരുവനന്തപുരം സെൻട്രലിൽ നിങ്ങൾക്ക് നല്ല നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ കരമന സുധീറിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്? പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചപ്പോൾ പറഞ്ഞെന്താ? മിമിക്രിക്കാരൻ. നിങ്ങളുടെ ചാലക്കുടി MP ആയിരുന്നു, ഇന്നസെന്റ് ആരായിരുന്നു? ഇവിടുത്തെ ജനം ചോദിച്ചില്ലേ? എത്രയോ പേരെടുത്ത് പറയാൻ, മുകേഷ്, ഗണേഷ് ആരൊക്കെയായിരുന്നു? ആ മിമിക്രിക്കാരനും ജയിച്ചു സാറേ. 20,000 അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. വെറുതെ അങ്ങ് ജയിച്ചു പോയതൊന്നുമല്ല, ത്രികോണ മത്സരത്തിൽ ജയിച്ചു കയറി സാറേ. നിങ്ങൾ ഇവിടുത്തെ പറയുന്നത് നരേന്ദ്രമോദി കേരളത്തെ കീഴടക്കാതിരിക്കാൻ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം വേണമെന്നോ? വർഗീയ കക്ഷികൾക്ക് മുന്നേറാതിരിക്കാൻ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം വേണമെന്നോ? BJP താമര വിരിച്ച 3 ഇടങ്ങളിലും സിറ്റിംഗ് MLA ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. നിങ്ങളുമായിട്ടാണ് അവർ മത്സരിച്ചത്. വലതുപക്ഷ സ്ഥാനാർത്ഥികൾക്കൊപ്പവും മത്സരിച്ചു ഈ പറയപ്പെടുന്ന NDA സ്ഥാനാർത്ഥികൾ. പക്ഷെ അവർ പരാജയപ്പെട്ടു. അവരുടെ കേരളത്തിന്റെ ഏറ്റവും തലമുതിർന്ന വനിതാ നേതാവിനെ കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിച്ചു. പരാജയപ്പെട്ടു പോയില്ലേ മിമിക്രിക്കാരന്റെ മുന്നിൽ? നിന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റിംഗ് MLA ഇരുന്ന മണ്ഡലങ്ങൾ, എന്തിന് ശിവൻകുട്ടി അടക്കം ഇരുന്ന മണ്ഡലങ്ങൾ എന്തേ താമര വിരിഞ്ഞു? ഉത്തരം പറയണ്ടേ? അപ്പോ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്കെതിരെ BJPയുടെ വളർച്ച തടയിടാൻ കേരളത്തിൽ ഒരൊറ്റ പ്രസ്ഥാനത്തിനെ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സംസ്ഥാനത്തും അവർക്ക് തിരുമടങ്ങി വരാൻ സാധിച്ചിട്ടില്ല. ആ ഗ്യാപ്പിലേക്കൊക്കെ BJP ഇടിച്ച് കയറിയിട്ടേ ഇന്ത്യൻ നാഷണൽ BJP വളർന്നാൽ ഇവിടെ ഒരു മിഥ്യാധാരണയുണ്ട്. BJP വളർന്നാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കാർന്നു നിന്നുകൊണ്ടായിരിക്കും. അല്ല, BJP വളരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കാർന്നു നിന്നുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ അതിന് ജീവിച്ചിരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങൾ, എത്രയോ നേതാക്കന്മാർ ഉദാഹരണമായിരിക്കുന്നു. നിങ്ങളുടെ ചുവപ്പ് വീശിയ മണ്ഡലങ്ങൾ കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ചുവപ്പ് ഈ ചൂടിൽ കാവ്യായിക്കൊണ്ടിരിക്കുന്നു, കാവ്യ പുതച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, മടങ്ങി വരണം. പിണറായി വിജയൻ ഈ ഒരു 10 പതിറ്റാണ്ട് കണ്ട ഏറ്റവും പരാജിതനായ രാഷ്ട്രീയ നേതാവായി പടിയിറങ്ങുകയാണ്. അങ്ങ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം, പ്രതിപക്ഷ നേതാവാകണം. എന്നിട്ട് കാണണം ടീം UDF 102 അംഗങ്ങളുമായി എങ്ങനെ ഭരിക്കുന്നു എന്ന്. അപ്പോൾ ചില നിങ്ങളുടെ സൈബർ സഖാക്കന്മാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, അദ്ദേഹത്തിന് പ്രായം 83 ആണ്, 10 വർഷക്കാലങ്ങൾ നമ്മളെ നയിച്ചില്ലേ, 10 വർഷക്കാലങ്ങൾ തുടർഭരണം ഉണ്ടാക്കിയില്ലേ? തുടർഭരണം ഉണ്ടായതിൻ്റെ കഥയൊക്കെ പറയാൻ പോയാൽ വലിയ പാടാണ് സാറേ. തുടർഭരണം നേടിക്കൊടുത്ത അഹങ്കാരത്തിൽ, അധികാരഗർവിൽ നിങ്ങളെ വളർത്തിയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നുപോയി സഖാവേ. അവിടെയാണ് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചത്.